പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയ്ക്ക് വ്യാജ ഹാൾ ടിക്കറ്റുമായി വിദ്യാർത്ഥി എത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. വ്യാജ ഹാൾ ടിക്കറ്റ് വിദ്യാർത്ഥിക്ക് നൽകിയത് അക്ഷയ സെന്റർ ജീവനക്കാരി എന്ന മൊഴി. അക്ഷയ സെന്റർ ജീവനക്കാരിയെ ചോദ്യം ചെയ്യും. കാൻഡിഡേറ്റിൻ്റെ അഡ്മിറ്റ് കാർഡിൻ്റെ ആദ്യത്തെ പോർഷൻ ആ കാൻഡിഡേറ്റിൻ്റെ പേരും അഡ്രസ്സുമാണ്. പക്ഷേ അതിൻ്റെ അടിയിലെ ഡിക്ലറേഷൻ ഭാഗത്ത് വേറൊരു പയ്യൻ്റെ പേരാണ് അതിനകത്തുള്ളത്. അന്വേഷിച്ച സമയത്ത് ഒരു അക്ഷയ സെൻറ്ററിൽ നിന്ന് അവർ അഡ്മിറ്റ് കാർഡ് എടുക്കുകയും അത് ഈ പയ്യൻ്റെ അമ്മയുടെ മൊബൈലിലേക്ക് അയച്ചു കൊടുത്ത് അവർ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതാണ് നമുക്ക് കിട്ടുന്നത് ഇതുവരെയുള്ള ഇൻഫർമേഷൻ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആ അക്ഷയ സെൻറ്ററുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ വെരിഫൈ ചെയ്താൽ മാത്രമേ ഇതെങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. AV ജയശങ്കർ ഉണ്ട് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, എന്താണ് ഇപ്പോൾ പോലീസ് ഇക്കാര്യത്തിൽ നൽകുന്ന വിവരം? ഈ അക്ഷയ സെന്റർ ജീവനക്കാരി ഹോൾ ടിക്കറ്റ് നൽകിയെന്ന് പറയുമ്പോൾ എവിടെയാണ് പിഴവ് പറ്റിയത്? അത് ഇത് ബോധപൂർവമാണോ ജയശങ്കർ? അതായത് ഈ വിദ്യാർത്ഥിയുടെ മാതാവ് ഇത്തരത്തിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകുന്നതിന് വേണ്ടി നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്റർ ജീവനക്കാരിയെ ചുമതലപ്പെടുത്തി അവർക്ക് പണം ഉൾപ്പെടെ നൽകി. അതിനുശേഷം ഈ അക്ഷയ സെന്ററിൽ തന്നെയാണ് ഈ വിദ്യാർത്ഥി ഹാൾ ടിക്കറ്റ് ഉൾപ്പെടെ കൈപ്പറ്റിയത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. പിന്നീട് ഈ ഹാൾ ടിക്കറ്റ് ഈ പരീക്ഷ എഴുതാൻ പത്തനംതിട്ടയിലെത്തി. പിന്നീട് പരീക്ഷ ഹാളിൽ വെച്ചാണ് ഇത്തരത്തിൽ വ്യാജ ഹാൾ ടിക്കറ്റ് ആണെന്ന് തിരിച്ചറിയുന്നത്. ഇത്തരത്തിൽ മറ്റൊരു തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതുന്ന മറ്റൊരു വിദ്യാർത്ഥിയുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ വ്യാജ ഹാൾ ടിക്കറ്റ് ഈ വിദ്യാർത്ഥിയുടെ പേരിൽ നിന്ന തരത്തിൽ ഈ അക്ഷയ സെന്റർ ജീവനക്കാരി കൃത്രിമം കാട്ടി ഇവർക്ക് പ്രിന്റ് എടുത്ത് നൽകുകയായിരുന്നു. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് നൽകുന്ന വിശദീകരണം. എന്തായാലും നെയ്യാറ്റിൻകര പോലീസ് ഈ അക്ഷയ സെന്റർ ജീവനക്കാരിയെ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. പത്തനംതിട്ട പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിവരം നെയ്യാറ്റിൻകര പോലീസിന് ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട്. എന്തായാലും ഈ അക്ഷയ സെന്റർ ജീവനക്കാരിയെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. ഈ പാറശാല സ്വദേശിയായ വിദ്യാർത്ഥി ഇത്തരത്തിൽ വ്യാജ ഹാൾ ടിക്കറ്റായി ഇന്ന് പത്തനംതിട്ടയിൽ നടന്ന നീറ്റ് പരീക്ഷ എഴുതാനാണ് എത്തിയത്. വിദ്യാർത്ഥിക്ക് ഇത് വ്യാജ ഹാൾ ടിക്കറ്റാണ്, തന്റെ പേരിലുള്ളതല്ല, കൃത്രിമമായി നിർമ്മിച്ചാണെന്ന വിവരം അറിയില്ലായിരുന്നു എന്നാണ് പോലീസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം. അതുകൊണ്ട് തന്നെ ഇവരെ അല്പസമയത്തിനകം തന്നെ നടപടികൾ പൂർത്തിയാക്കി വിട്ടയക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ കാര്യവുമായി ബന്ധപ്പെട്ട പത്തനംതിട്ട പോലീസ് വിശദമായ അന്വേഷണം നടത്തും. ഈ അക്ഷയ സെന്റർ ജീവനക്കാരിയെ, നെയ്യാറ്റിൻകരയിൽ അക്ഷയ സെന്റർ ജീവനക്കാരിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. ഇവർ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമം കാട്ടിയിട്ടുണ്ടെന്ന പരിശോധനയായിരിക്കും പോലീസ് നടത്തുക. അതിനുശേഷമായിരിക്കും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുക. എന്തായാലും ഹാൾ ടിക്കറ്റ് വ്യാജമാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസിന്റെ തുടർ അന്വേഷണം. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.